ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ സോണിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉള്ള സ്ഥലമെന്ന് പറയുന്നത് കുട്ടിക്കാനമാണ്. കുട്ടിക്കാനത്ത് നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്തിട്ട് വെറൈറ്റി കാഴ്ചകളൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കോട്ടിക്കൽ എന്തയാർ ചെറുകാട് ഭാഗത്ത് പോയിട്ട് അവിടുന്ന് നമ്മൾ വാഗമണിലൊന്ന് കയറാൻ നോക്കിയത്. പക്ഷേ അത് ആ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഈ കൂട്ടിക്കൽ എന്തയാർ ചെറുകാട് ഭാഗത്ത് താമസിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മളാ കാണിച്ച ആ റോഡ്. കാരണം അവർക്ക് കയ്യെത്തും ദൂരത്താണ് ഈ വാഗമൺ എന്ന് പറയുന്ന സ്ഥലം. അതായത് തങ്ങൾപ്പാറയൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ തൊട്ടടുത്തെന്ന രീതിയിൽ കാണാൻ പറ്റും. ഒരു കൂ വിളിച്ചാൽ ഒരു പക്ഷേ അവിടെ കേൾക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അവിടേക്ക് ഇവിടുന്ന് ആർക്കെങ്കിലും അവിടേക്ക് പോകണമെങ്കിൽ ഒന്ന് ജീപ്പ് വേണം, അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വാഹനങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണം. അല്ലാതെ അവർക്ക് അങ്ങോട്ട് വെറും 5-6 കിലോമീറ്റർ മാത്രമാണ് ആ റോഡ് നാശമായിട്ട് കിടക്കുന്നത്. ബാക്കിയെല്ലാം ഹൈടെക് റബ്ബറൈസറാക്കി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം ആ റോഡ്, ആ ഓഫ് റോഡ് പോലെ കിടക്കുന്ന ആ വഴിയിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവിടെ നിന്ന് കണ്ടുമുട്ടിയവരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി നമ്മളോട് സംസാരിച്ചതൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചു. കാരണം കൂടുതൽ വീഡിയോഗ്രാഫേഴ്സൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഈ പ്രശ്നങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് എത്തും എന്നതുകൊണ്ട്, അതിനൊരു പരിഹാരമാവും എന്നതുകൊണ്ടാണ് അവർ അതിൽ സന്തോഷത്തോടു കൂടി നമ്മളെ സ്വീകരിച്ചത്. അപ്പം മുടങ്ങിക്കിടക്കുന്ന ആ പണി എത്രയും പെട്ടെന്ന് ടെൻഡറായിട്ട് അത് പൂർത്തീകരിച്ച് ആ യാത്രാ സൗകര്യം ഒരുക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഇളങ്കാട് ചെറുകാട് ഭാഗത്തു നിന്നും നേരെ വാഗമണിൽ എത്തിച്ചേരാൻ പറ്റും. അത് ആ നാടിന് തന്നെ വലിയൊരു ഉണർവ് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പം അത് അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് അതിനുള്ള പരിപാടികൾ പൂർത്തിയാകട്ടെ, നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ വാഗമൺ കുട്ടിക്കാനത്ത് തന്നെയുള്ള 1-2 പ്രധാനപ്പെട്ട പുരാതനമായിട്ടുള്ള 1-2 കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ആയിത്തീരും, എന്തായിത്തീരും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും അവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതായത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ, നമ്മുടെ യാത്രാ വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. എല്ലാം കാണുക. കണ്ടിട്ട് നമുക്കെന്താണ് പ്രധാനപ്പെട്ട മാറ്റം വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഗുണങ്ങളും ദോഷങ്ങളും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പം യാത്രയിലേക്ക് പോകാം, കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പീരിമേടിനാണ്. പീരിമേട് ടൗണിൽ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്നാണ് ഡീവിയേറ്റ് ചെയ്ത് പോകേണ്ടത്. ആ വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ. അവിടെ നമുക്ക് ഇന്നത്തെ യാത്രയ്ക്ക് പീരിമേട് പ്രദേശത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആനയുടെ ഭയങ്കര ശല്യമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം കേട്ടു. അത്ഭുതത്തോടു കൂടി ഞാൻ കേട്ടതും കണ്ടതുമായൊരു വിഷയമാണ്. പീരിമേടിൻ്റെ ചുറ്റും വനമാണ് കിടക്കുന്നത്. അപ്പം അതിനിടയ്ക്കാണ് പീരിമേട് എന്ന ടൗൺ നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് ആന വരുന്നു എന്നുള്ളത് അതിശയമല്ല എങ്കിൽ പോലും ആനകൾ ഒരുപാടുണ്ട്. ആനയോട് പോരാടി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവിടെ. ആ കാഴ്ചകളും അവരുടെ അനുഭവങ്ങളും അവരുടെ ആ കാഴ്ചകളൊക്കെ അവർ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം എന്താണെന്ന്. അപ്പം എല്ലാവരും കൂടെ വായോ. നമുക്ക് അതിമനോഹരമായ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാഴ്ചകളിലേക്ക്.
നമ്മുടെ മെയിൻ റോഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പീരിമേടിൻ്റെ തന്നെ ഉൾ ഏരിയയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. പോകുന്ന വഴി കുഴപ്പമില്ല, പക്ഷേ ഡേഞ്ചറാണ്. വനത്തിനകത്താണ് ആ ഒരു ഏരിയ നിൽക്കുന്നത്. അതുകൊണ്ട് ആനയുടെയൊക്കെ ശല്യം ഉണ്ടാകാൻ നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന ഉണ്ടായിരുന്നു. ആന കൂട്ടമായിട്ടും ഒറ്റയായിട്ടും വന്നിട്ട് ഇവിടെ എല്ലാം ആൾക്കാരെ ഓടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങളെല്ലാം എന്ന് പറയുന്ന പോലെ. അപ്പം ഇവിടെ നിൽക്കുന്ന ഇവരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവരുമായിട്ട് കുറച്ച് നേരം ചിലവഴിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ അവരോട് നിർത്തിയില്ല, കാരണം നമുക്കറിയില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നമുക്ക് അവരെ യാദൃച്ഛികമായിട്ട് കണ്ട് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഈ രണ്ട് റോഡിന് ഇരുവശത്തും റോഡിലും ഒക്കെ ആന ഇറങ്ങിയിട്ട് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം അത്യാവശ്യം ഭീതിയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം മാത്രമാണ്, ഇട്ട ദിവസം മാത്രമാണ് ഫെൻസിങ് ചാർജ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ചാർജും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഫെൻസിങ്ങിൻ്റെ പ്രശ്നമൊക്കെ അതോടുകൂടി അവസാനിച്ചപ്പോൾ അതൊന്നും ആനയ്ക്കും മറ്റു മൃഗങ്ങൾക്കും പന്നിക്കും മാനും അങ്ങനെയുള്ള ജീവികൾക്കൊന്നും വലിയ പ്രശ്നമല്ല. അവരെല്ലാം ഇവിടേക്ക് യഥേഷ്ടം ഇറങ്ങി വരുന്നൊരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. അപ്പം ഇതവർ നമ്മളോടൊന്ന് പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇനിയും കുറച്ചുകൂടി പറഞ്ഞ് മാത്രമേ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരാൻ വഴിയുള്ളൂ. അവിടെ കഴിഞ്ഞു പോകുന്നു. ഇല്ലല്ല, ഇത് വാച്ചിട്ട് എല്ലാവരും ചേർന്നോ? ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേ നേരെ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ അവിടെ നിരപ്പ് ഈ റോഡ് അങ്ങോട്ട് നിരപ്പ് നമ്മുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെയാ. അതിന്റെ പുറകിലാ വേസ്റ്റ് ചെയ്യുന്നത്. തെറ്റ് കളയുന്നില്ല. റോഡിൽ നിന്ന് കാണാം. റോഡിൽ നിന്ന് കാണാം. ആലേ കട്ടറിന്റെ അകത്ത് തന്നെ കുഴപ്പമില്ല. അവിടെ മറ്റേ ആദിവാസികളെ താമസം അവിടെ പോകരുത്. അതിനകത്ത് കയറി നോക്കാം. കാണാം. എവിടെ പോയിട്ടാ? വേറെന്തുവാ എവിടെ വീട് ഇവിടെ തന്നെ ഓ ശരി. ഇത് എവിടെ ചെന്ന റോഡ്? ഇത് താഴെ ഒരു അമ്പലം. അത് കാണാമല്ലോ. വണ്ടി പോലും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിട്ട് ഇവിടോട്ട് വരാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എങ്കിലും നമ്മൾ ഇവിടെ വരാനായിട്ടിരുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഉണ്ടല്ലോ, പ്ലാക്കത്തടം വാച്ച് ടവർ എന്ന് പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷനാണിത്. ഇതൊക്കെ സിനിമയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഷാജി കൈലാസിൻ്റെ ഏതോ ഒരു സിനിമയിലൊക്കെ ഈ വാച്ച് ടവർ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും പ്ലാക്കത്തടം വാച്ച് ടവർ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നതാണ്. ഇതൊന്നും വലിയ ദൂരമുള്ള സ്ഥലമൊന്നുമല്ല. ഏകദേശം ഒരു കുട്ടിക്കാനത്തു നിന്നൊരു 3-4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പം ഈ പ്ലാക്കത്തടം വാച്ച് ടവറും പിന്നെ ഇതിന് മേളിൽ വേറൊരു സ്ഥലമുണ്ട്. അവിടെ പിന്നെ താഴെ ഒരു
ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതവിടേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നത്. എന്തായാലും നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിൽ ആദ്യം എത്തി. വഴി തെറ്റിയാണെങ്കിലും കുഴപ്പമില്ല, രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിൽ ആദ്യം എത്തി. നമ്മളിപ്പം ഇത് ഏകദേശം 4-5 നിലയോളം ഉണ്ട്. അപ്പോൾ നമ്മൾ കയറി 4 നിലയാണെന്ന് തോന്നുന്നു. 4 നില ഉയരത്തിലേക്ക് നമ്മൾ കയറി വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്നൊക്കെ കാണാം. പക്ഷേ ഈ സൺഡേ ആയിട്ടും ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ ഉണ്ടായിട്ട് പോലും ഒരു മനുഷ്യൻ ഇവിടേക്ക് വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരാൾ പോലും ഇന്ന് ഇവിടില്ല. ഇതാ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം താഴെ കണ്ട ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ സ്ഥലം ഇവിടാണ്. ഇവിടെ വീട് മേളിലാണ്. അപ്പം മേളിൽ പുള്ളിക്കാരൻ വന്ന് താഴത്തെ വസ്തുവിനകത്തേക്ക് നോക്കാൻ പോയിട്ട് തിരിച്ച് പോകുന്ന വഴിയാണ് നമ്മളെ കണ്ടത്. അപ്പോൾ അദ്ദേഹം ടൂറിസ്റ്റ് അല്ല. എന്തായാലും അതിമനോഹരമായ ഒരു വ്യൂ ഈ വാച്ച് ടവറിൻ്റെ മുന്നിൽ നിന്ന് കിട്ടും. പ്രധാനമായിട്ടും വ്യൂവിന് ഈ ഒരു സൈഡിൽ തടസ്സം വരുന്നതെന്ന് വെച്ചാൽ മരങ്ങൾ വളർന്നിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്മൂത്തായിട്ടുള്ളൊരു കാഴ്ച ഈ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല. എന്തായാലും വിശദമായിട്ട് കാണാം. അതായത് നമ്മൾ വന്ന വഴി ആദ്യം കാണിക്കാം. നമ്മൾ വന്ന വഴി അതിലിറങ്ങിയാണ് വന്നത്. നമ്മുടെ ബൈക്കൊക്കെ ഇതാ താഴെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം നമ്മൾ വന്ന വഴിയിൽ നിന്ന് ഇങ്ങനെ വന്നിവിടെ വരുമ്പോൾ ഈ സൈഡ് ഉണ്ടല്ലേ, ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ ഈ സൈഡ് ഒരു മനോഹരമായൊരു വ്യൂ പോയിൻ്റ് അവിടെ കിട്ടുന്നുണ്ടോ. അങ്ങ് ദൂരേക്ക് കാണുന്ന ആ കാഴ്ചകളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് സ്ഥലം ഏതാ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും ഒരു ഊഹം വെച്ചിട്ട് ഇല്ല, ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ദണ്ടാമല നമ്മൾ ഇതിൻ്റെ താഴെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നമുക്ക് പോകാൻ കഴിയും. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ മരം വളർന്ന് നിൽക്കേണ്ട, മരം വളർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായൊരു വ്യൂ ഇവിടേക്ക് കിട്ടുന്നില്ല. പക്ഷേ ഗാധമായ കൊക്കയാണ് താഴെ കണ്ട. ഈ മരം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാവാത്തത്. അക്കരെ ഒരു 360 വ്യൂ. പ്ലേസ് ഇവിടെ നിന്നിട്ട് മറ്റു പ്ലേസുകളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കേട്ടോ. കാരണം നമ്മളിവിടേക്ക് ആദ്യമായിട്ട് വരുന്നുണ്ട്, നമുക്കത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ആ മല ഏതാണ്. ഇത് ക്യാമറയ്ക്കകത്ത് എത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ആ മല മനോഹരം. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോകൾ ഒരു എപ്പിസോഡ് ഒരു സ്ഥലത്തെക്കുറിച്ച് തന്നെയുള്ള 2 വീഡിയോകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. അതായത് നമ്മുടെ കൂട്ടിക്കൽ ഏന്തയാർ ഭാഗത്ത് നിന്ന് വാഗമണിലേക്ക് ദൂരമെന്ന് പറഞ്ഞാൽ ആ കൂട്ടിക്കൽ ഏന്തയാർ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈയെത്തിപ്പിടിക്കാമെന്ന് തോന്നുന്ന രീതിയിൽ വാഗമൺ കാണാൻ പറ്റും. പക്ഷേ വാഗമൺ മലനിരകളെല്ലാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുക. അവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഭയങ്കര നമ്മളോടൊക്കെ വഴി കാണിച്ചു തരുന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ്. പക്ഷേ അവർക്ക് അവിടേക്ക് പോകണമെങ്കിലുണ്ടല്ലോ, വാഗമണിലേക്ക് പോകണമെങ്കിൽ അവർക്ക് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഏതെങ്കിലും സൈഡിൽ കൂടെ ചുറ്റി വളഞ്ഞു പോയെങ്കിൽ മാത്രമേ അവിടേക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഒരു വഴിയുണ്ട്, ഉറുമ്പിക്കര ചെന്നിട്ട് ഉറുമ്പിക്കരയിൽ നിന്ന് വാഗമണിൽ അതാലും നേരെ വാഗമണിലേക്ക് പോകാൻ ഭയങ്കര പാടാണ് അവർക്ക്. ഉറുമ്പിക്കരയ്ക്കൊന്നും അത്രയ്ക്ക് ഓഫ് റോഡ് ആയതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ആൾക്കാർക്ക് ചെന്നെത്താൻ കഴിയുമ്പോഴില്ല. അപ്പം ഇത് അവർക്കൊരു വഴിയുണ്ട് അവിടുന്ന്. അതായത് ഇളങ്കാട്ട് നിന്ന് നേരെ കിടക്കുന്ന റോഡ്. അപ്പോൾ അവിടെ കുഴിയൊക്കെ എടുത്ത് പാലമൊക്കെ പണിയാൻ വേണ്ടി കുഴിയൊക്കെ എടുത്ത് നശിച്ച് ഇട്ടേക്കുവാണ്. പക്ഷേ ഇളങ്കാട്ടിൽ നിന്ന് നേരെയുള്ള വഴിയിൽ ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് ഏറ്റവും പ്രശ്നമുള്ള വഴി എന്ന് പറയുന്നത്. അതുവരെ വഴി നല്ല റബ്ബറൈസ് റോഡാണ്. ഒരു 5-6 കിലോമീറ്റർ വാഗമണിലേക്ക് വളരെ മോശമാണ്. അതിലെ വണ്ടി ഓടിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമാണ്. ജീപ്പുകാരും പിന്നെ ഓഫ് റോഡ് ബൈക്കൊക്കെ ഉള്ളവരാണ് അതിലെ പോവുക. നമ്മൾ ആ വഴി ഒന്ന് പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. സത്യത്തിൽ ആ നാട്ടുകാരുടെ എല്ലാം ഒരു ആവശ്യമാണ് ആ റോഡ് എത്രയും പെട്ടെന്നൊന്ന് റെഡിയാക്കുക എന്നുള്ളത്. അത് ടെൻഡർ ആകാറായെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ടെൻഡർ ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൽ യാത്ര ചെയ്യും. നമ്മൾ അതിലെ യാത്ര ചെയ്ത് ആ വഴി നമ്മൾ കാണിക്കും. പിന്നെ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും അതേ ക്ഷമിച്ചിട്ട്, കാരണം നമ്മുടെ അപ്ഗ്രേഡ് വേർഷൻസൊക്കെ ഒരുപാടുണ്ട്. ക്യാമറ ആയാലും അതൊക്കെ മേടിച്ച് നമുക്ക് വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊക്കിനൊതുങ്ങുന്ന രീതിയിലുള്ള ക്യാമറകളൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മാറുന്ന ഒരു കാലം ഉണ്ടാകും എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഞാൻ യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ എന്തെങ്കിലും കാശ് തരണം അങ്ങനല്ല. നിങ്ങൾ എൻ്റെ യാത്രയിൽ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണണം. ഞാനും എന്നെ സമീപിക്കുന്ന എന്നോട് പറയുന്ന വീഡിയോ ക്രിയേറ്റേഴ്സൊക്കെ പറഞ്ഞ അപ്പം തന്നെ ഞാൻ ആ വീഡിയോകളെല്ലാം കാണുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഈ യാത്ര ചെയ്യുക, അത് വീഡിയോ എടുത്ത് 4 പേര് കാണത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഒരാളെയും കളിയാക്കാനോ അല്ലെങ്കിൽ ഇവന് വേറെ പണിയൊന്നുമില്ല അങ്ങനെയുള്ളൊരു ചോദ്യങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ നമ്മുടെ പണി കഴിഞ്ഞിട്ട് ഇതിനൊക്കെ വരുന്നത്. നമുക്ക് നമ്മുടെ ജോലിയുണ്ട്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സുണ്ട്. ആ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്തുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന സമയം ഞായറാഴ്ച പോലുള്ള ഒഴിവ് ദിവസങ്ങളാണ് നമ്മളെപ്പോഴും യാത്രകൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ലോങ് ട്രിപ്പൊക്കെ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ബിസിനസ്സൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും കൂടെ വായു. പിന്നെ ഈ വാച്ച് ടവറിലെ കാഴ്ചകൾ കണ്ടുവെന്ന് വിശ്വസിക്കും. ഇത്രയേ ഉള്ളൂ. ഈ വാച്ച് ടവറിലെ കാഴ്ച ഒരു സൈഡ് മുഴുവൻ വനമാണ്. വനം നമ്മൾ ഇറങ്ങി വന്ന റോഡ്, പിന്നെ യൂക്കാലി മരങ്ങൾ, ഒരു സൈഡിൽ മനോഹരമായ വ്യൂ പോയിൻ്റ് കിട്ടുന്നുണ്ട്. ആ അടുത്ത സൈഡിലും വ്യൂ പോയിൻ്റ് ഉണ്ട്, പക്ഷേ അവിടേക്ക് മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. അത്ര കൃത്യമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴേക്ക് പോകാം. താഴത്തെ ഒരു ടെമ്പിളുണ്ട്. ഇറങ്ങിയ ടെമ്പിളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് നമ്മൾ ആദ്യം വരാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാം. എനിവേ പോകാം. നമ്മൾ ട്രാവൽ ബാഗ് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ട്രാവൽ ബാഗ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ബൈക്കിൽ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ഫുൾ സെറ്റിങ്ങൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി പോകെ അതിൻ്റെ സെറ്റിങ്ങുകളെല്ലാം നമുക്ക് ചെയ്യണം. ലോങ് ട്രിപ്പൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഒരു ബാഗ് ആവശ്യമാണ്. ഞാൻ വന്നപ്പോൾ ആരുമില്ലായിരുന്നു. ഇപ്പം എല്ലാവരും, ഒരു മനുഷ്യനില്ലായിരുന്നു വന്നപ്പോൾ. വ്ളോഗിങ്. താഴെ ഒരു ക്ഷേത്രമുണ്ട്, പക്ഷെ അവിടെ ഭയങ്കര കുത്തിറക്കം. ഇവിടെ ജസ്റ്റ് താഴെ വരെ പോയിട്ടില്ല പോകും. ഇനിയിപ്പോൾ മേളിലുണ്ട് 1-2 സ്ഥലങ്ങൾ. അവിടെ പോയിട്ട് എവിടെ നിന്ന് വരുന്ന? ഇവിടെ തന്നെ. ഓക്കെ എന്നാട്ടെ, പത്തനംതിട്ട എന്നാട്ടെ.